ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മൂന്നാം തവണയും കേരളത്തിൽ കോൺഗ്രസ് തോൽക്കും. സുനിൽ കനുകലുവിന്റെ റിപ്പോർട്ട് പുറത്ത്. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും. ഓട്ടോറിക്ഷകളിലെ നിരക്ക് മീറ്റർ റോഡിലിറങ്ങി പരിശോധന വേണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്. പുലർച്ചെ JCBയുമായി റോഡിലിറങ്ങി 17കാരന്റെ പരാക്രമം. വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. വൻ നാശനഷ്ടം. കോഴിക്കോട് +2 വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. 70 സ്കൂളുകളിൽ കൂടി പുതുതായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കും. മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം തവണയും പരാജയപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകലുവിന്റെ റിപ്പോർട്ട്. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണം ചെയ്യുന്നില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് ഇതിനകം തന്നെ അധപ്പതനം സംഭവിച്ചു കഴിഞ്ഞുവെന്നും കനുകലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു. കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള കോൺഗ്രസിന്റെ ശ്രമം അപകടത്തിലാണെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങും. കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്യുന്നില്ല. ഇതിനകം തന്നെ പാർട്ടിക്ക് അധപ്പതനം സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് കനുകലുവിന്റെ സർവേയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 2031 തെരഞ്ഞെടുപ്പിലേക്കാണ് കനുകലു ലക്ഷ്യം വെക്കുന്നതെന്നും സൂചനയുണ്ട്. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 2026 കേരളം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനുകലുവിനെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പൾസറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് കനുകലുവിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ചുമതല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനുകലുവും സംഘവും രൂപം നൽകും. കനുകലുവിന്റെ ടീമിനു പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷാവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത്. ഇതിനിടെയാണ് 2026 LDF സർക്കാരിന്റെ തുടർഭരണം കനുകലുവും സമ്മതിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സമാന റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. കേസ് അന്വേഷണത്തിന് DIG മേൽനോട്ടം വഹിക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ജസ്റ്റിസുമാരായ PV സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. നിലവിലെ അന്വേഷണം കാര്യക്ഷമമാണെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ DGP TA ഷാജി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. കൂടിയാലോചനയ്ക്ക് ശേഷം ഇനി എന്ത് ചെയ്യണമെന്നതിൽ തീരുമാനമെടുക്കുമെന്നും അവർ വ്യക്തമാക്കി. CBI അന്വേഷണം വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടില്ല. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. അന്വേഷണം നടക്കുന്നതേയില്ല. പ്രധാന പ്രതികളെയെല്ലാം അവർ സംരക്ഷിക്കുകയാണെന്നും അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും മഞ്ജുഷ ആരോപിച്ചു. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് സംശയമുണ്ടെന്നും ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ വാദിച്ചിരുന്നു. പെരിയാർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ തിടുക്കത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി തുടങ്ങിയ വാദഗതികളും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ വാദഗതികൾ ഗൗരവതരമെന്ന് അംഗീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണത്തിന് CBI വേണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം തന്നെ മതിയെന്നും നിലപാടെടുത്തു. ഡിവിഷൻ ബെഞ്ചും ഈ തീരുമാനത്തിൽ തുടരുകയായിരുന്നു. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തൽ. ദക്ഷിണമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ. കേസിന്റെ വിവരങ്ങൾ MLAയെ അറിയിച്ചതിലും വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് വിവരം. ഡിസംബർ 28-നാണ് MLAയുടെ മകൻ കനവ് ഉൾപ്പെടെ 9 പേരെ തകഴിയിൽ നിന്ന് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. 3 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും ഇവർക്കെതിരെ കേസും എടുത്തു.
എന്നാൽ തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിഭ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവെക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെയും MLAയുടെയും അടക്കം മൊഴി എടുത്തിരുന്നു. രണ്ടുപേരിൽ നിന്നായാണ് 3 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. മറ്റുള്ളവർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനായിരുന്നു കേസെടുത്തിരുന്നത്. എന്നാൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചതിന് ദൃക്സാക്ഷികളില്ല. മെഡിക്കൽ പരിശോധന നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചു. മകൻ കേസിൽ ഉൾപ്പെട്ടിരുന്നോ എന്നത് സംബന്ധിച്ച് MLA എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു MLA സാമൂഹിക മാധ്യമങ്ങൾക്കെതിരെ കുറിപ്പ് പങ്കുവച്ചത്. MLAയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. അടുത്ത അധ്യയന വർഷം 70 സ്കൂളുകളിൽ കൂടി പുതിയതായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ 979 സ്കൂളുകളിലാണ് SPC പദ്ധതി ഉള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. 930 സ്കൂളുകളിലും പദ്ധതി പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ആണ് നൽകുന്നത്. കൂടാതെ 28 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ആവശ്യമായ ഫണ്ട് പട്ടികജാതി പട്ടിക വകുപ്പ് മുഖേനയും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നൽകുന്നതായി മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയിലുള്ള പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ നേരവും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 9497 927797 എന്ന നമ്പറിലേക്ക് നൽകുന്ന എല്ലാ സന്ദേശങ്ങളും രഹസ്യമായി സൂക്ഷിക്കുകയാണ് ചെയ്യുക. പൊതുജനങ്ങൾക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഈ സംവിധാനം വഴി അറിയിക്കാൻ കഴിയും. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനന്യ 17 മരിച്ചത്. വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. കുട്ടിയുടെ റൂമിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പൊന്നും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്ന് +2 പരീക്ഷ ആരംഭിച്ച ദിവസമാണ്. പരീക്ഷ പേടിയാണോ കുട്ടിയുടെ മരണകാരണമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. അതേസമയം തിരുവനന്തപുരത്ത് മരുതൻകുഴിയിൽ +2 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രാവിലെ വീടിന്റെ കിടപ്പുറ മുറിയിലാണ് മൃതദേഹം കണ്ടത്. ഇന്നുച്ചയ്ക്ക് പരീക്ഷ തുടങ്ങാനിരിക്കുകയാണെന്നും ഇന്നുച്ചയ്ക്ക് പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് സംഭവം. ദർശിനിയും വീട്ടിൽ രതീഷ് രാജലക്ഷ്മി ദമ്പതികളുടെ ഏക മകൾ ദർശൻ 17 മരിച്ചത്. കാട്ടുപന്നി ആക്രമണത്തിൽ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു ചൊവ്വാഴ്ച കൈമാറും. പാനൂർ മൊകേരി വലിയയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ ശ്രീധരന്റെ വീട്ടുകാർക്ക് വനം വകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു DFO S വൈശാഖ് ചൊവ്വാഴ്ച കൈമാറും. ഞായറാഴ്ച രാവിലെ കൃഷിയിടത്തിൽ വെച്ചാണ് ശ്രീധരനെ കാട്ടുപന്നി ആക്രമിച്ചത്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഷാഫി പറമ്പിൽ MP, MLAമാരായ KP മോഹനൻ, സണ്ണി ജോസഫ്, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, പാനൂർ മുനിസിപ്പൽ ചെയർമാൻ KP ഹാഷിം, കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ KP സുജാത, മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷീനിജ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. റെയിൽ ജാഗ്രത ബോധവൽക്കരണ പരിപാടിയുടെ ആദ്യഘട്ടത്തിന് തുടക്കം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസ്, കണ്ണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന റെയിൽ മൈത്രി റെയിൽ ജാഗ്രത ബോധവൽക്കരണ പരിപാടിയുടെ ആദ്യഘട്ടത്തിന് തുടക്കമായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ DK രത്നകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങൾക്കെതിരെ ബോധവൽക്കരണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മിക്ക അപകടങ്ങൾക്കും കാരണം അശ്രദ്ധയാണെന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ചാടി കയറുന്നതും ചാടിയിറങ്ങുന്നതും യാത്രക്കാർ വളരെ ലാഘവത്തോടെ കാണുന്നത് ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസുകൾ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഓട്ടോ സ്റ്റാൻഡിൽ വിതരണം ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ട്രെയിൻ യാത്രക്കാർക്കും സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസുകൾ നൽകും. മൂന്നാം ഘട്ടത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതിന് മോക്ക് ഡ്രില്ലും സംഘടിപ്പിക്കും. കേരള പോലീസിന്റെ പോൾ ആപ്പ് ഉപയോഗിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് പോലീസ് സഹായം തേടാം. സുരക്ഷാ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും ബന്ധപ്പെടാനുള്ള ക്ലാസുകൾ നൽകും. തീപിടുത്ത സമയത്ത് ഫയർ എക്സിക്യൂഷൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അടിയന്തര ഘട്ടങ്ങളിൽ CPR നൽകേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ C വിനേഷ് ക്ലാസ് എടുത്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ S സജിത് കുമാർ അധ്യക്ഷനായി. കണ്ണൂർ സിവിൽ ഡിഫൻസ് വളണ്ടിയർ P ജോയി, സബ് ഇൻസ്പെക്ടർ ഓഫ് RPF കണ്ണൂർ T വിനോദ്,
Kannur Railway Sub-Inspector of Police P. Vijesh, Fire and Rescue Kannur Station Officer T. Achayan, Fire and Rescue Assistant Station Officer R. Prasindran, പോസ്റ്റ് വാർഡൻ കെ ഷൈമ എന്നിവർ സംസാരിച്ചു. ഓട്ടോറിക്ഷകളിൽ മാർച്ച് 1 മുതൽ നിരക്ക് മീറ്റർ നിർബന്ധമാക്കിയെങ്കിലും റോഡിലിറങ്ങി പരിശോധിക്കേണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഓട്ടോറിക്ഷകൾ ഫിറ്റ്നസ് ടെസ്റ്റിനെത്തുമ്പോൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. എന്നാൽ പാലക്കാട് ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോകൾക്കെതിരെ നടപടിയെടുത്തു തുടങ്ങി. ഓട്ടോറിക്ഷകളിൽ നിരക്ക് മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതായും ഇത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതായും കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് മീറ്റർ ഘടിപ്പിക്കാത്തതും പ്രവർത്തിക്കാത്തതുമായ ഓട്ടോകളിൽ യാത്രാ സൗജന്യമെന്ന സ്റ്റിക്കർ പതിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. മാർച്ച് 1 മുതൽ CF ടെസ്റ്റ് സമയത്ത് ഇത് പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ജില്ലയിൽ ശനിയാഴ്ച ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനാൽ പരിശോധന നടന്നില്ല. തിങ്കളാഴ്ച മുതൽ ടെസ്റ്റ് ഉണ്ട്. അതിനാൽ തിങ്കളാഴ്ച മുതൽ പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. ഇതിനെതിരെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വിവിധ യൂണിയനുകൾ എതിർപ്പുമായി രംഗത്തുണ്ട്. സംഘടനകൾ അവരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മോട്ടോർ വാഹന വകുപ്പിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിൽ യോഗമുണ്ടാകുമെന്നും അതിനുശേഷം അനുഭാവമായ തീരുമാനമുണ്ടാകുമെന്നുമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുവരെ നടപടി കടുപ്പിക്കില്ലെന്നാണ് അറിയുന്നത്. മീറ്റർ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സർക്കുലർ ഉണ്ടെങ്കിലും പരിശോധിച്ച് നടപടിയെടുക്കുന്നതിനെ കുറിച്ച് മോട്ടോർ വാഹന വകുപ്പിനും കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. അതിനാലാണ് കർശന നടപടികളിലേക്ക് കടക്കാത്തതെന്ന് അറിയുന്നത്. ഹരിതോത്സവം മാർച്ച് 8-ന് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യപ്രാപ്തി നേടിയ വിവിധ വിഭാഗങ്ങളെ ആദരിക്കാൻ ഹരിത കേരള മിഷൻ മാർച്ച് 8-ന് ഉച്ചയ്ക്ക് 2:30-ന് കലക്ടറേറ്റ് പരിസരത്ത് ഹരിതോത്സവം സംഘടിപ്പിക്കുന്നു. ഹരിത വിദ്യാലയങ്ങളിൽ 10 സ്റ്റാർ പദവി നേടിയ വിദ്യാലയങ്ങൾ, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ മാർക്കും നേടിയ ഹരിത കുടുംബശ്രീ അയൽക്കൂട്ട പദവി നേടിയ അയൽക്കൂട്ടങ്ങൾ, സ്റ്റാർ പദവി നേടിയ ഹരിത റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരെയാണ് പരിപാടിയിൽ ആദരിക്കുക. വിവിധ കലാപരിപാടികളും അരങ്ങേറും. ലോക കേൾവി ദിനം ജില്ലയിൽ ആചരിച്ചു. മനോഭാവം മാറ്റാം, എല്ലാവർക്കും ചെവിയുടെയും കേൾവിയുടെയും പരിരക്ഷ ഉറപ്പാക്കാം എന്ന സന്ദേശവുമായി ലോക കേൾവി ദിനാചരണം ജില്ലയിൽ വിപുലമായി സംഘടിപ്പിച്ചു. മുഴത്തടം ഗവൺമെന്റ് UP സ്കൂളിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രവണ വൈകല്യം നേരത്തെ കണ്ടെത്തി കൃത്യമായി ചികിത്സിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമുള്ളവർ ശ്രവണ സഹായി ഉപയോഗിക്കണമെന്നും കൃത്യമായ രീതിയിൽ സ്പീച്ച് തെറാപ്പി നടത്തണമെന്നും മേയർ പറഞ്ഞു. ദേശീയ ഭദ്രത നിയന്ത്രണ പദ്ധതി കണ്ണൂർ നോഡൽ ഓഫീസർ ഡോക്ടർ ഷിത രമേശ് അധ്യക്ഷത വഹിച്ചു. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ സന്ദേശം നൽകി. കേൾവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഡോക്ടർ ഷിത രമേശ് ക്ലാസ് എടുത്തു. പ്രൈമറി തലം വരെയുള്ള കുട്ടികൾക്കുണ്ടായേക്കാവുന്ന കേൾവിക്കുറവിനെ കുറിച്ചും അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അങ്കണവാടി, പ്രൈമറി സ്കൂൾ ടീച്ചർമാരെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്ന ക്യാമ്പയിനാണ് ഈ വർഷം സംസ്ഥാന തലത്തിൽ നടത്തുന്നത്. മുഴത്തടം UP സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജ് കുമാർ, PTA പ്രസിഡന്റ് VP അർഷിത, ദേശീയ ആരോഗ്യ ദൗത്യം ജൂനിയർ കൺസൾട്ടന്റ് ബിൻസി രവീന്ദ്രൻ, ജില്ലാ ആശുപത്രി ഓഡിയോളജിസ്റ്റ് ലിൻസി മേരി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മിഷൻ 1000 പദ്ധതിയിൽ സംരംഭങ്ങൾക്ക് അപേക്ഷിക്കാം. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മിഷൻ 1000 എന്ന പദ്ധതിയിലേക്ക് ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും ഉൾപ്പെട്ട സംരംഭങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ശരാശരി ആനുവൽ ടേൺ ഓവർ 4 വർഷം കൊണ്ട് 100 കോടിയിലേക്ക് ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2024 മാർച്ച് 31 ആസ്പദമാക്കി 3 വർഷമെങ്കിലും പ്രവർത്തിച്ച യൂണിറ്റുകൾ ആയിരിക്കണം. പരമാവധി 4 വർഷം കൊണ്ടാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പദ്ധതിയിൽ തിരഞ്ഞെടുക്കുന്ന യൂണിറ്റുകൾക്ക് വിവിധ സാമ്പത്തിക സഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ KS അജിമോൻ, ജനറൽ മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ 9074046653. ER നിതിൻ, മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ 9633154556. T അഷൂർ, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ, താലൂക്ക് വ്യവസായ ഓഫീസ്, തലശ്ശേരി 9946946167. സതീശൻ, കോടഞ്ചേരി, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ,
താലൂക്ക് വ്യവസായ ഓഫീസ് തളിപ്പറമ്പ 9655616000. കെ ഷിനോജി, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ, താലൂക്ക് വ്യവസായ ഓഫീസ്, കണ്ണൂർ 8921609540.